നമുക്കൊരു അവക്കാഡോ ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ എടുക്കുന്നുണ്ട്. കളർ പേപ്പേഴ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ ഈ കളർ പേപ്പേഴ്സ് ഇല്ലാന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. നിങ്ങൾക്കൊരു വൈറ്റ് പേപ്പർ എടുക്കാം, എന്നിട്ട് അതിനകത്ത് കളർ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ ആദ്യമേ ഒരു ഡാർക്ക് പച്ച കളറിലെ കളർ പേപ്പർ എടുത്തു. എന്നിട്ട് അവക്കാഡോയുടെ ഷേപ്പിൽ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നടുക്കൊട്ടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കളർ, ലൈറ്റ് കളറിലുള്ളൊരു പച്ച കളറിൽ എടുത്തിട്ട് ഞാൻ അത് ഇതേപോലെ അതിൻ്റെ ചെറിയ സൈസിലുള്ള ഒരെണ്ണം വെട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ നടുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ബ്രൗൺ കളറിൽ പേപ്പറിൽ ഞാൻ റൗണ്ട് ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം അല്ലേ? ഇപ്പം ഞാൻ എല്ലാം രണ്ടെണ്ണമായിട്ടാണ് എടുത്തേക്കുന്നത്. കാരണം നമുക്ക് രണ്ട് സൈഡ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം വീതം എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ലൈറ്റ് ഷെയ്ഡിലുള്ള പച്ച കളറിലുള്ളത് നമുക്ക് ആ ഡാർക്ക് ഷെയ്ഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബ്രൗൺ കളറിലെ പീസസ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ മറുവശത്തിന് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് എടുക്കുക. സെയിം ആയിട്ട് തന്നെ ഗ്രീൻ കളറിൻ്റെ മുകളിൽ ലൈറ്റ് ഗ്രീൻ കളർ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നടുക്കായിട്ട് അത് ബ്രൗൺ കളറും ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് മുമ്പ് വശവും പുറവശവും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് രണ്ടും തമ്മിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് കുറച്ചുകൂടെ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 A4 സൈസ് നീളത്തിൽ കട്ട് ചെയ്തത് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ടാണത്. ഇനി നമുക്ക് ഫസ്റ്റ് മുമ്പിലത്തെ വശത്തിൻ്റെത് ഒന്ന് മറിച്ചിട്ടിട്ട് നമ്മൾ മുമ്പേ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു നീളമുള്ള ആ പേപ്പർ എടുത്ത് ഇതിൻ്റെ മുകളിൽ ചെറുതായി ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് ആ സൈസിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അത് വൃത്തികേടായി പോവും. എല്ലാ വശവും നമുക്ക് നല്ല രീതിയിൽ ഒട്ടിച്ച് തന്നെ കൊടുക്കാം. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഇതിൻ്റെ നീളം എത്തിയിട്ടില്ലെന്ന്. അപ്പം ഞാൻ വേറൊരു പേപ്പർ എടുത്ത് ഇതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള സ്ഥലത്തൂടെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് മുകൾ ഭാഗം ഒട്ടിക്കണം അല്ലേ? മുകൾ ഭാഗവും അടിഭാഗവും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. അത് ഒട്ടിക്കാനായിട്ട് ഞാൻ ഈ ചെറിയ പീസസിലെല്ലാം ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മുകളിലെ ഭാഗം എടുത്ത് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് ഭാഗവും, താഴത്തെ ഭാഗവും മുകളിലത്തെ ഭാഗവും ഒട്ടുന്ന രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.